ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴത്തോരും മുമ്പിയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല അപ്പോൾ അലീന ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, അവൾ എവിടെയാണ് താമസിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നു പറഞ്ഞില്ല, ഒരു യാത്ര, അതിനു വേണ്ടി തന്നെയാണ്. അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിക്കണമല്ലോ, അതിനുവേണ്ടി തന്നെയാണ് ഇന്ന അടുത്ത് പോകണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ്റെ സ്ഥിതിയാണല്ലോ വളരെ മോശമാകുന്നത്. ആ ഒരു വിഷമം എനിക്ക് ഉണ്ട് ഗോവർദ്ധ. പക്ഷേ എന്ത് പറയാൻ, അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അവളെ തിരുത്താനും നമുക്ക് പറ്റൂല. എന്ത് ചെയ്യാനാണ്, അവളുടെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ എന്നേ. പക്ഷേ അതിന് പുറകിലായിട്ട് നമുക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമല്ലോ ഗോവർദ്ധ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഗോവർദ്ധൻ വരൂലല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുമല്ലോ. ബാലേട്ടനെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ ആരും ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ അങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ ഗോവർദ്ധൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന ഗോവർദ്ധൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കണം, അങ്ങളെ എന്താങ്ങളെ വിശേഷിച്ച് പറഞ്ഞത്, എന്തിനാങ്ങളെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒരു യാത്ര പോകാനാണ്. യാത്രയോ? എങ്ങോട്ട് യാത്ര? അതൊന്നും ഇപ്പം പറയുന്നില്ല. ഏതായാലും യാത്രയൊക്കെ പോയി വന്നിട്ട് അലീനയെ അറിയിക്കും. എന്താ അതുപോരെ എന്നൊക്കെ ചോദിക്കണം. എനിക്ക് മനസ്സിലായി അങ്കിളും അച്ഛനും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഈ യാത്ര എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ വേണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെല്ലാം ബാലേട്ടൻ്റെ തീരുമാനങ്ങളാണ്, അതിനെതിരായിട്ട് എനിക്കൊന്നും പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടം. മനസ്സിലായി മനസ്സൂക്ഷിപ്പുകാരനാണ് അല്ലേ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാനോ? എന്നെക്കാലം മനസ്സൂക്ഷിപ്പുകാരി അലീനയല്ലേ, എല്ലാത്തിനും ഏതിനും കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തി. ഇത് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി അങ്ങളെ, ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ ചായയൊക്കെ കുടിച്ചിട്ട് ഗ്ലാസ് എല്ലാം അവിടെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇറങ്ങാൻ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അലീന നേരെ റൂമിലേക്ക് കയറി ചെല്ലുക. ഈ സമയം തന്നെ നമ്മുടെ മനുവിനാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ബബിത ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും അലീന ചേച്ചി ഇവിടെ പിടിച്ചു നിർത്തണമെന്നും അലീന ചേച്ചി ഈ വീട് വിട്ട് പോകാൻ പാടില്ലെന്നൊക്കെ ഈ ബബിത പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനു നേരെ അലീനയെ വിളിക്കുക. അപ്പോൾ അലീനയാണെങ്കിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടാ, എന്താ മനുവേട്ടാ? തിരക്കല്ലെന്ന് തോന്നുന്നു. അല്ല, ഞാൻ വിളിച്ചപ്പോൾ തന്നെ ചാടി ഫോൺ എടുത്തു. അതുകൊണ്ടാണ് ചോദിച്ചത്. തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കൊക്കെ ഉണ്ട് മനുവേട്ടാ, പിന്നെ ഫോൺ എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ എടുത്തത് മനുവേട്ടാ. അല്ല, എന്ത് തിരക്കാ? അത്യാവശ്യമായ തിരക്കാണോ? തിരക്കാണ്, ഞാനിപ്പോൾ നല്ല തിരക്കാണ്. തിരക്കാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറയണം. അത് ശരി. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞുവിടായിരുന്നോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു മനുവേട്ടാ എന്ന് പറയുമ്പോൾ, അലീന ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അലീന. പറ മനുവേട്ടാ. അതെ, എന്നെ എന്ത് ബബിത വിളിച്ചായിരുന്നു, കുറേ കാര്യങ്ങളെല്ലാം ബബിത എന്നോട് പറഞ്ഞു. അവൾ പറയുന്നത് അലീന ചേച്ചിയെ ഒരിക്കലും പറഞ്ഞു വിടാനായിട്ട് അനുവദിക്കരുത്, അലീന ചേച്ചിയെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം, അത് മനുവായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കാൻ പോകുന്നില്ല. അലീന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അലീന. അപ്പോൾ പിന്നെ എനിക്ക് പറയാനായിട്ട് പറ്റുമോ മോളെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. എന്നാലും ഞാൻ ചോദിക്കുവാണ് അലീനയ്ക്ക് പോകാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, മനുവേട്ടാ ഞാൻ മനുവേട്ടനെ ധിക്കരിക്കുന്നൊന്നല്ല, ഞാൻ മനുവേട്ടൻ പറഞ്ഞ അനുസരിച്ച് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടുന്ന് പോയാൽ മാത്രമേ വൈജാ മേഡം തിരിച്ചിങ്ങോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ വരുമോ? ഇല്ല, ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരിയെന്നാ മാഡം പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. ബബിതയുടെയും എല്ലാവരുടെയും അമ്മയല്ലേ ഇവിടെ വേണ്ടത്, ഞാനല്ലല്ലോ വേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ പോകുന്നതല്ലേ മനുവേട്ടൻ നല്ലതെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അല്ല അലീന വന്നതുകൊണ്ട് ആൻറ്റിയുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണോ തോന്നുന്നത്? പകുതി മുക്കാലും മാറൂലേ, അത് തന്നെ മഹാസമാധാനമാണ്. ഏതായാലും ഞാൻ മാറി നിന്ന ആൻറ്റി വരണമെങ്കിൽ വരട്ടേന്നേ, എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പോലും ധിക്കാരം കാണിച്ച് ഇവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ മനുവേട്ടാ, ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മയോട് സത്യങ്ങളെല്ലാം പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇനി അപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും? ഇത് കേട്ടോ മനു, ആദ്യം അത് പിന്നീട്, ഇപ്പോൾ അലീന പോകുന്ന കാര്യമല്ലേ തീരുമാനിച്ചിരിക്കുന്നത്, അതേതായാലും നടക്കട്ടെ, അതിന് ശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. അതിന് വേണ്ടി ഇപ്പം തന്നെ വെപ്രാളം മുട്ടേണ്ട ഒരാവശ്യവും ഇല്ല. അലീനൊക്കെ പോകാൻ തീരുമാനമാണെങ്കിൽ ആയിക്കോട്ടെ, ഇനി കുഴപ്പമൊന്നുമില്ല. മനുവേട്ടാ, എങ്കിൽ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് ഒന്ന് ചെല്ലട്ടെ. അവിടെ ബബിതയും കൃഷ്ണനും കൂടി എന്തൊക്കെയാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് അവിടെ ഒന്ന് പോയി ഒന്ന് എത്തി നോക്കണം, അതിനുശേഷം ബാക്കി കാര്യം. എന്നാൽ പിന്നെ ഫോൺ വെച്ചോട്ടെ. അയ്യോടാ, എന്താ ഫോണും കൊണ്ട് അടുക്കളയിലോട്ട് പോകാനായിട്ട് പറ്റില്ലേ? പറ്റും,
എങ്കിൽ പിന്നെ അടുക്കളയിലോട്ട് പോ. ഹാ, എത്ര തിരക്കാണെങ്കിലേ എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാനുണ്ട്. ഞാനും അടുക്കളയിലേക്ക് കൂടെ വരാം. എന്നെങ്കിൽ പിന്നെ ആയിക്കോട്ടെ മനുവേട്ട എന്നും പറഞ്ഞ് അലീനെ അതേപോലെ തന്നെ അലീനെ ഫോൺ വിളിച്ചുകൊണ്ട് മനുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അടുക്കളയിലേക്ക്. ഈ സമയം തന്നെ നമ്മുടെ ഇതിനെ കാണിക്കുകയാണ്. ഈ അലീനയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുക. അപ്പോൾ ഭക്ഷണം വിളമ്പി ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നീ കൈ കഴുകില്ലല്ലോ, നിങ്ങൾ പോയി കൈ കഴുകിയിട്ട് വന്നണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ ഭവിത കൈ കഴുകാനായിട്ട് പോവാണ്. കൃഷ്ണമോൾ എവിടെയെന്ന് ചോദിക്കണം. കണ്ടില്ല, എത്ര നേരം വിളിക്കുന്നത്, കൃഷ്ണമോളത് എങ്ങോട്ട് പോയി? അറിയില്ലല്ലോ ചേച്ചി. അന്ന് കൃഷ്ണമോളെ കൊണ്ട് വിളിച്ചിട്ടാ. കൃഷ്ണമോളെ കൊണ്ട് വിളിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾ പാഞ്ഞു വരിക. അപ്പോൾ പാഞ്ഞു വന്നിട്ട് ഒറ്റയടി. എന്തായിട്ട് നിനക്ക് കണ്ണ് കണ്ടുകൂടെ? മനുഷ്യൻ്റെ കയ്യും കളഞ്ഞത് എന്തൊരു ഇതാണ്, വല്ലാത്തൊരു ശല്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ അതെ, മനുഷ്യന്മാരായി ഇടിക്കും മുട്ടയൊക്കെ ചെയ്യും. അതിനിപ്പോൾ ഇങ്ങനെ കിടന്ന് കൂടുതൽ കയർത്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യടാ, ഇടിച്ചു പോലും, എന്തിടിച്ചു എന്നായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മതി രണ്ടുപേരെയും കൂടി ഇനി തർക്കിക്കാതെ നിങ്ങൾ രണ്ടുപേരും പോയി കൈ കഴുകിയിട്ട് വാ, എന്നിട്ട് ഫുഡ് ഇരുന്ന് കഴിക്കാനായിട്ട് നോക്ക്. ആണെങ്കിൽ ഇപ്പോൾ എന്നെ കൈ കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായിട്ട് പോവാണ്. അയ്യോ, അച്ഛൻ വന്നില്ലല്ലോ, ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാം. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ വിളിച്ചുകൊണ്ട് വന്നുള്ളൂ. അപ്പോൾ രോഹിത്തും വരികയാണ്. അച്ഛൻ ഇറങ്ങിയില്ല. അപ്പോൾ ഇവരുടെ തല്ലുകൊടുത്തം കണ്ടിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാനേ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ദൈവത്തോർത്ത് തല്ലുകൂടരുത്. ഞാൻ സമാധാനമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് മരുന്നും കഴിച്ച് പൊയ്ക്കോട്ടെ. അതുവരെ ഒരു പ്രശ്നത്തിൽ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ചോദിക്കുകയാണ്, അല്ല എങ്ങോട്ടാണ് അച്ഛൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പോണം, എനിക്കൊരു യാത്ര പോകാനുണ്ട്. എങ്ങോട്ട് യാത്ര? അതൊന്നും ഇപ്പം അറിയണ്ട, അത് യാത്ര പോയി വന്നതിന് ശേഷം അറിഞ്ഞാൽ മതി. അല്ല, അച്ഛൻ എപ്പോൾ പോകും? അലീന പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പോകണ്ടേ, പോയിട്ട് തിരിച്ചു വരാൻ ഒരു മൂന്ന് ദിവസം യാത്ര ഉണ്ടാവും. അപ്പോഴേക്ക് നമ്മുടെ അലീന പറയാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ ഏതായാലും യാത്ര പോവാണ്, അപ്പോൾ ഞാൻ ഇവരെയും കൂട്ടി രേവതിയുടെ കുട്ടിയുടെ അടുത്ത് വരെയും പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ അത് ശരി, അതിനെന്തിനാണ് ഇവരെല്ലാവരും കൂട്ടുന്നത്? നിനക്ക് മാത്രം പോയാൽ പോരെ അലീന എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛാ, ഇവരും കൂടി കൊണ്ടു പോകുന്ന രസം അത്രയേ ഉള്ളൂ അച്ഛാ. വേണ്ട മോളെ, അത് ശരിയാവില്ല. കാരണം നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ രേവതി കുട്ടിയെ നല്ല രീതിയിൽ പൊന്നുപോലെ നോക്കുന്നൊരു ഫാമിലിയാണത്. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കരുത്, മിസ്യൂസ് ചെയ്യരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ, ഞാൻ രേവതി കുട്ടിയെ വിളിച്ച് ചോദിച്ചോളാം ഞങ്ങൾ അങ്ങോട്ട് വന്നേന്ന്. ബെസ്റ്റ് ആള്. രേവതി കുട്ടിയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി കുട്ടി എന്താ പറയേണ്ടത്? പോന്നോ എന്നല്ലേ പറയുള്ളൂ. അയ്യോ, രേവതി കുട്ടിയെ മാത്രമല്ല, മാമച്ചനങ്ങളോടും ഗ്രേസമാൻറ്റിയോടൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അതാണ് അലീന ഞാൻ പറഞ്ഞത്, മിസ്യൂസ് ചെയ്യരുതെന്ന്. അവർ നമ്മളോട് വേണ്ടെന്ന് പറയോ? പോരാനേ പറയുള്ളൂ. അവർക്കതിന് സന്തോഷം മാത്രമേ ഉള്ളെന്ന് പറയുള്ളൂ. പക്ഷെ നമ്മളങ്ങോട്ട് ചെല്ലും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നീരസം ഉണ്ടെങ്കിലോ അത് വല്ലാതെ നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ രോഹിത് പറയാണ്, അച്ഛാ അതെ, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ ഓടി വന്ന് സഹായിക്കാൻ ഓടി വന്ന ആൾക്കാരല്ലേ അവർ രണ്ടുപേരും. അത് കൊള്ളാലോ, ഇതെവിടെ നിന്ന് വന്ന ഈ ശബ്ദം? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും കൃഷ്ണമോളും പറയണം, അത് മാത്രമല്ല അച്ഛാ, ചേച്ചീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സഹായിക്കാനായിട്ട് ഓടി വന്നതല്ലേ. അപ്പോൾ ബബിതയും അത് ശരിയാ, അച്ഛനൊരു സഹായത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും കൂടി വന്നതല്ലേ. കൊള്ളാം. അപ്പം ഈ കാര്യത്തിൽ ഞാനാണ് പുറത്തല്ലേ, നിങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി. എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഞാനായിട്ട് എന്താ എടുക്കുന്നത്? എൻ്റെ കാര്യങ്ങളിൽ നോക്കാൻ ആരുമില്ലല്ലോ, ഞാൻ പറയുന്ന ആരും അനുസരിക്കില്ലല്ലോ. അപ്പം നമ്മുടെ അലീനയാണെങ്കിൽ ശരി അച്ഛാ, ഞാൻ പോകുന്നില്ല. എന്താ അത് പോരെ? ആരും പോകുന്നില്ല, ഞാനും പോകുന്നില്ല. എന്താ അത് പോരെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ മതി, പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്, പക്ഷെ ഞങ്ങൾക്ക് പോകണം എന്ന് നമ്മുടെ ബബിത പറയാണ്. അതെപ്പോഴത്തെ തീരുമാനമാണ്? അപ്പം നിങ്ങളെല്ലാവരും കൂടി കരുതിക്കൂട്ടി എടുത്താണല്ലോ, ഇപ്പം എടുത്ത തീരുമാനമാണ്. എന്താണ് അച്ഛാ? ഞങ്ങൾക്ക് പോകണം,
അത് ശരി. അപ്പൊ പോകാനുള്ളവരൊന്ന് കൈപൊക്കിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളും അബിതയും കൈപൊക്കാണ്. അതിനിടയിൽ പതുക്കെ ഒന്ന് രോഹിത്തും കൈപൊക്കാണ്. അപ്പോൾ അലീനയുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഉയർത്തിയിട്ട്, ഇനി നീ മാത്രം തന്നെ കൈ താഴ്ത്തി വെച്ചിരിക്കുന്നത്, നിനക്കും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൈ പൊക്കി പിടിക്കുന്നേ. ശരി, നിങ്ങൾ എല്ലാവരും കൂടിയേ പോയിട്ട് വാ എന്ന് പറയാം. ഇവർക്കിത് ഭയങ്കര സന്തോഷം തോന്നുക. പിന്നീട് കാണിക്കുന്നത് വൈജിയാണ്. അപ്പോൾ വൈജി ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ, കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് കൈയൊക്കെ കഴുകി ഇങ്ങനെ വന്നിരുന്ന് പാത്രം തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പാത്രം കാലി. അപ്പോൾ വൈജി ആട്ടിപ്പോൾ ഇതെന്താണ്, കമലയിടത്തിൽ നിന്നൊന്നും ഉണ്ടാക്കി വെച്ചില്ല, ഇതെന്ത് പറ്റി? അപ്പോൾ ഇതേ മനു ഇറങ്ങി വരികയാണ്. എടാ മനു, നീ ഇത് എങ്ങോട്ട് പോവാടാ മനു എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് സിറ്റി വരെ ഒന്ന് പോകണം, ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആൻറ്റി. അപ്പോൾ എന്താ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? വേണം, ഞാൻ കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഒന്നുമില്ലേ? അതെന്താ? ആ കമലേട്ടത്തി എവിടെ? ഞാൻ കണ്ടില്ല, ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. അത് ശരി. അപ്പോൾ കമലേട്ടത്തി എന്തൊന്നും ഉണ്ടാക്കി വെക്കാതെ ഞാൻ നോക്കട്ടെ, ഫ്രിഡ്ജിൽ വല്ലതും ചിലപ്പോൾ ചൂടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഫ്രിഡ്ജിനകത്ത് നോക്കുക. ഫ്രിഡ്ജിനകത്ത് നോക്കി കഴിഞ്ഞപ്പോഴും കുറച്ച് പച്ചക്കറികൾ മാത്രമേ അവിടെ അതിലിരിക്കുന്നുള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. ആൻറ്റി ഇതിലൊന്നും ഒന്നുമില്ല ആൻറ്റി എന്ന് മനു പറയുക. അപ്പം ഈ വൈജി ആണെങ്കിലും ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും തിളപ്പിച്ച് വെച്ചിട്ടില്ല. വൈജയ്ക്കാണെങ്കിൽ കലി വന്നിട്ട് ഒരു രക്ഷയില്ല. ഇതെന്താണ് മനു, നിൻ്റെ അമ്മ ഇത് എന്തെടുക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്കറിയില്ല ആൻറ്റി, അമ്മ എന്തെടുക്കുകയാണ്, എവിടെ പോയെന്നൊന്നും എനിക്കറിയില്ല, ഏതായാലും എനിക്ക് പുറത്തേക്ക് പോയല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ല, ആൻറ്റിക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ വീട്ടിൽ പോകുന്നില്ലെന്നേ, എനിക്ക് അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. എടാ മനു, നീ ഏതായാലും പുറത്തേക്ക് പോലെ, എനിക്ക് കോട്ടയത്തൊന്ന് പോകണം, എന്നിട്ട് കുറച്ച് ഡ്രസ്സുകൾ എടുക്കാനുണ്ട്, 2 മാസമായി ഒരു ഡ്രസ്സ് എടുത്തിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി സ്വന്തം ടെക്സ്റ്റൈൽസ് ഉള്ളപ്പോൾ എന്തിനാണ് ആൻറ്റി പുറത്ത് പോയി ഡ്രസ്സ് എടുക്കുന്നത്? ഓ, അതിപ്പോൾ എൻ്റെ ടെക്സ്റ്റൈൽസ് അല്ലല്ലോ, അതിൻ്റെ അധികാരി അലീനയല്ലേ. ഞാനവിടെ കയറിയിട്ടുണ്ടെങ്കിലേ അലീന മേഡം എന്നോട് ചൂടാകും, അതുകൊണ്ട് ഞാൻ ആ ടെക്സ്റ്റൈൽസിൽ കയറാനൊന്നും പോകുന്നില്ല. എന്തിനാണ് ആൻറ്റി ഇങ്ങനെ വായ തോന്നിയ കാര്യങ്ങളെല്ലാം പറയുന്നത്? ഇത്രയും നാൾ ആ ടെക്സ്റ്റൈൽസിൽ തന്നെയല്ലേ ആൻറ്റി എടുത്തോണ്ടിരുന്നേച്ചത്. ഓ, അവിടെ നല്ല ഫാഷന് വല്ലതും ഉണ്ടോടാ? എല്ലാം ഔട്ട് ഓഫ് ഫാഷൻ. ബാംഗ്ലൂരും ചെന്നൈയിലും നല്ല നല്ല കടകളിൽ ഹോൾസെയിൽ ഇത് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് തുച്ഛമായ വിലക്ക് തുണി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. വല്ലത് ഇടാൻ കൊള്ളാവോ? വല്ല നല്ല ഡിസൈനുണ്ടോ, നല്ല ഫാഷനുണ്ടോ? എല്ലാം ഔട്ട് ഓഫ് ഫാഷൻസ്. ആൻറ്റി എടുക്കുന്ന ഏത് സാരിയാണ് ഔട്ട് ഓഫ് ഫാഷൻ? ആൻറ്റി എടുക്കുന്ന ഏത് നൈറ്റിയാണ് ഔട്ട് ഓഫ് ഫാഷൻ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ അങ്കിളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ എങ്ങനെ ഫാഷൻ മാറുന്നോ ആ ഫാഷൻ തന്നെ അങ്കിള് ഇവിടെയും കൊണ്ടുവരും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ആൻറ്റി പറയാൻ നിൽക്കണ്ട. എനിക്കറിയാവുന്ന കാര്യമല്ലേ നല്ലത്. ഏതായാലും ഇനി ആ കടയിൽ നിന്ന് തുണി എടുക്കുന്ന പ്രശ്നം ഇല്ല. എനിക്ക് അവിടെ നിന്ന് എടുക്കണ്ടെന്നേ. എനിക്ക് അവിടെ നിന്ന് എടുത്ത് ഇനി ഓസിക്ക് തുണി ഉടുക്കണ്ട. എന്താ, അതുപോലെ നിനക്ക്? എനിക്ക് ഏതായാലും അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ വീട് ഉപേക്ഷിച്ചു, പക്ഷേ ആൻറ്റിയുടെ മക്കളെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഞാനല്ല ഉപേക്ഷിച്ചത്, മക്കള് എന്നെയാ ഉപേക്ഷിച്ചത്. അവർക്കിപ്പോൾ ഈ അമ്മയെ വേണ്ട, അവർക്ക് വേണ്ടതേ അലീന എന്ന് പറഞ്ഞ അമ്മയാണ്. അവർക്ക് അലീന എന്ന് പറഞ്ഞ അമ്മയുണ്ടല്ലോ, അപ്പം അമ്മ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട മനു, എനിക്ക് നിന്നോട് തർക്കിക്കാൻ നേരവുമില്ല. ഏതായാലും കമലേട്ടത്തി എവിടെയുണ്ടെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് അത്രയും മാത്രം നോക്കിയാൽ മതി. ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ, അമ്മയും പട്ടിണിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ നേരെ അങ്ങോട്ട് പോവുകയാണ്. മനുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുന്ന അവസ്ഥയിൽ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.